വാട്ട്സപ്പ് ഗൈസ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെയിറ്റ് ലോസിൻ്റെ റെസിപ്പി ഡയറ്റും എല്ലാം കൂടെ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വെയിറ്റ് ഗെയിനിൻ്റെ, അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും റമദാൻ മാസത്ത് നമുക്ക് എന്തൊക്കെ നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ കലോറി ആയിട്ട് നമുക്ക് ഈ റമദാൻ മാസത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ റെസിപ്പി അടക്കം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, കാണിച്ചു തരാം എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെ, എന്തൊക്കെ ഫുഡുകളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ഡയറ്റും വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ആരും ഒരു ചാനലിലും ഓപ്പണായിട്ടൊന്നും ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡയറ്റൊന്നും ആരും കൊടുക്കില്ല. കാരണം ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു സാധനമാണ്, അല്ലേ? അപ്പോൾ ഞാനിത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് ഉള്ള ഡയറ്റ്, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാട് പേര് വെയിറ്റ് ലോസ്, അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഡെയിലി ഏറ്റവും കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് കൂടുതൽ മെസ്സേജ് വരാറ്. അപ്പം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അത് കഴിഞ്ഞ് നമുക്ക് നോർമൽ റമദാനിലെ കഴിഞ്ഞിട്ട് ഇതേപോലത്തെ വീഡിയോ ഒക്കെ വീണ്ടും ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി എന്നെക്കൊണ്ട് എനിക്ക് ഉള്ള അറിവ് അനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അത്താഴത്തിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അത്താഴത്തിന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് പറയുമ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഓട്സ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, ബനാന, ചിയ സീഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, മിൽക്ക്. ഇതെന്തൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഒരു മൂടാൻ പറ്റിയ ഒരു പാത്രം നിങ്ങൾ എടുക്കണം, ഒരു ബോക്സ് എടുക്കണം. അതിലേക്ക് 100 ഗ്രാം ഓട്സ്, പിന്നെ അതിലേക്ക് നിങ്ങൾ ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ട രീതിയിൽ ഇടാം. ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുള്ളത്. പിന്നെ തലേദിവസം സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ് ഒരു 1 ടേബിൾ സ്പൂണ്, ഒന്നോ രണ്ടോ, അതിൽ കൂടുതൽ വേണ്ട, 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സോക്ക് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഞാനിവിടെ വാൾനട്ട്സും റൈസിൻസും ആൽമണ്ട്സും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ ഹണി. അപ്പോൾ നമുക്ക് പഞ്ചസാരക്ക് പകരം നമ്മൾ ഹണിയാണ് ചേർക്കത്തുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. അതേപോലെ പീനട്ട് ബട്ടർ. ഇപ്പം പിൻഡോള പീനട്ട് ബട്ടർ എടുത്തിട്ടുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 1-2 എടുക്കാം നിങ്ങൾക്ക്, അതും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം കലോറി അച്ചീവ് ചെയ്യുന്ന അത്രയും തോളം നമുക്ക് വെയിറ്റ് ഗെയിൻ ആവും. അതേപോലെ മിൽക്ക് ഒരു 200 ml വരുന്ന മാതിരി മിൽക്ക് നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങളോട് ഒരു 1 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടിയിട്ട് വേണം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ട് നിങ്ങൾ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ആ ഒരു തണുപ്പ് മാറിയതിന് ശേഷം ഇത് നമ്മൾ അത്താഴത്തിന് കഴിക്കുക. ഇത് ഹൈ കലോറിയാണ്, ഏറെക്കുറെ ഒരു 1000 കലോറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അത്താഴത്തിന് നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫാസ്റ്റിങ് ആരംഭിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അത്താഴത്തിന് കഴിച്ചു. ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രൂട്ട് സലാഡ് ഉണ്ട്, അതേപോലെ സാൻഡ്വിച്ച് ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ അതിന് 2 സ്ലൈസ് ബ്രെഡാണ്, പിന്നെ ചീസ്, ബോയിൽഡ് ചിക്കന്, പിന്നെ വെജീസായിട്ട് നമുക്ക് ഒനിയന്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, അതേപോലെ പൗഡർ പെപ്പർ, സാൾട്ട്, പിന്നെ ഹുമ്മൂസാണ്. അത് ഹെൽത്തി ഹുമ്മൂസ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണിത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബോയിൽഡ് ചിക്കൻ, ഞാനൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ബോയിൽഡ് ചിക്കൻ, അതിൻ്റെ വെജീസ് ആഡ് ചെയ്യുക. ക്യാപ്സിക്കം, ഒനിയൻ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അളവ് നോക്കിയാൽ മതി. കുറച്ച് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ എല്ലാം കൂടെ
അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സാൾട്ട് നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. അതുപോലെ പെപ്പർ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി, കുറച്ച് മതി, ഒരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ മതി. അതേപോലെ ഞാൻ ഹെൽത്തി മോസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തത്തിൽ മിക്സാക്കി അങ്ങ് എടുക്കാം. മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ചീസ് കൂടെ വെച്ചിട്ട് ബ്രെഡിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ടേസ്റ്റിയാണ്. നമുക്ക് ഹൈ കലോറി, നോമ്പ് തുറക്കുമ്പോൾ ഒരു ഹൈ കലോറി ഒരു മീലും കിട്ടും. ചീസ് കൂടെ നിങ്ങൾ അതിൽ വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാൻഡ്വിച്ച് റെഡിയാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടോട്ടൽ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ ഓക്കെയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡി. ടേസ്റ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ്, അതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മിൽക്ക് എടുത്തിട്ടുണ്ട്, കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, കസ്റ്റർഡ് പൗഡർ, പിന്നെ പഞ്ചസാര, പിന്നെ ആൽമണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാല് തിളപ്പിക്കാൻ വെക്കുക. പാലും പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി. ഈ വാനില എസൻസ് കൂടെ അതിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. വാനില എസൻസ് ഇതുപോലെ കസ്റ്റർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് ഈ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഫ്രിഡ്ജിലേക്ക് എന്നിട്ട് നന്നായി തണുത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ഹൈ കലോറി ഫ്രൂട്ട് സലാഡും കിട്ടും. നമ്മൾ 2 കാര്യങ്ങൾ, അതായത് നമുക്ക് വെയിറ്റ് ഗെയിനിന് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കലോറിയിലാണ്. കലോറിയാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ആവുകയും ചെയ്യരുത്, നമുക്ക് അത്യാവശ്യം മാക്സിമം വെയിറ്റ് ഗെയിനും ആവണം. അപ്പോൾ അതിനാണ് ഈ ഇങ്ങനത്തെ ഒരു മീൽ നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ടൈം ഗ്യാപ്പിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നിങ്ങൾ തണുത്തതിന് ശേഷം വേണം ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചുള്ള ഫ്രൂട്ട്സ്, ഞാൻ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. ആപ്പിൾ, പഴം, ഗ്രേപ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് കട്ടി പരുവത്തിലാവും. നിങ്ങൾ ഈ മിൽക്ക് ഈ നമ്മൾ കസ്റ്റർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അത് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം. അപ്പോൾ അതാണ് നമ്മൾ നോമ്പ് തുറക്ക് നിങ്ങൾ കഴിക്കേണ്ടത്, നോമ്പ് തുറക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ മെയിൻ മീലാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഇറച്ചിച്ചോറ് പോലെയാണ്, കപ്സിയല്ല, മന്തിയല്ല, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതിലേക്ക് നമ്മൾ ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം കലോറി വേണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ക്യാപ്സിക്കം, അതേപോലെ റൈസ്, എന്തൊക്കെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒനിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് പീസ് വേണമെങ്കിൽ ചെസ്റ്റ് പീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലെഗ് പീസിൽ നമുക്ക് കൂടുതലായിട്ട് കലോറി നമുക്ക് കിട്ടും. നമ്മളെ ഫോക്കസ് മൊത്തം കലോറിയിലാണ്. കലോറി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെഗ് പീസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ലെഗ് പീസാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടവും ടേസ്റ്റുമാണ്. ഓക്കെ. പൊടികളും എടുത്തിട്ടുണ്ട്. പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെ വളരെ ഈസിയാണ്. ഒരുപാട് സമയം ഇതിന് ചിലവാക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ ഈസിയും വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ആദ്യം നമ്മൾ ഈ ലെഗ് പീസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയാം. ഒരു ബൗളിലേക്ക് ഒലിവ് ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ലെഗ് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകപ്പൊടി ഒരു 1 ടേബിൾ സ്പൂണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇടുക നിങ്ങൾ. അതേപോലെ പെപ്പർ, ബിരിയാണി മസാല ഉണ്ട്, അതേപോലെ ഒരു 1 ടേബിൾ സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്. അതേപോലെ ഒനിയന് ചെറിയ കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. കൊറിയാൻഡർ ലീവ്സ് അതേപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ടൊമാറ്റോ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിടുക. ജസ്റ്റ് ഈ ലെഗ് പീസ് ജസ്റ്റ് ഒന്ന് ഒരു വരക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, കുറച്ചുകൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഹാഫ് ആൻ അവർ മതി. അതിനുശേഷം ഒരു പാനിലേക്ക് അതങ്ങനെ ഇതിലേക്ക് ഇടുക. എടുത്ത് വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി എണ്ണൻ്റെ ആവശ്യമില്ല. ഓക്കെ. അതെങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ മൂടി വെക്കുക. അപ്പോൾ അതിന് നമ്മൾ ചിക്കന് ലൈറ്റിട്ടൊന്ന് വേവും. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും മൂടി വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ പെട്ടെന്നാവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ റൈസ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് റൈസ് വേണമെങ്കിൽ കൂട്ടാം 2 നേരത്തിനൊക്കെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വെക്കാം. അതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വെച്ചാലും ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് എന്നുള്ളതെങ്കിൽ 2 പീസൊക്കെ ആക്കിയിട്ട് വെക്കുകയൊക്കെ ചെയ്യാം. ഒന്നും കുഴപ്പമില്ല. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നമ്മൾ സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദമ്മിടുന്ന ശീലങ്ങളുണ്ടല്ലോ നമുക്ക്. ഒരു സ്മോക്കി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർക്കോള കത്തിച്ച് അതിൻ്റെ മേലെ അങ്ങ് വെക്കാം. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ. കത്തിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഒലിവ് ഓയിൽ അങ്ങ് ഒറ്റിച്ച് കൊടുക്കുക. സ്മോക്കി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതിന് നമ്മളെ അടിപൊളി ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, അതൊരു പ്രത്യേകതരം റെസിപ്പിയാണ്. എന്ത് പേര് പറയണമെന്നൊന്നും അറിയില്ല. എന്തായാലും അടിപൊളി ഒരു ബിരിയാണി മോഡൽ തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യം. അപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി എന്ന് പറയാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് സലാഡ്സ് സെറ്റ് ചെയ്യാം. കേട് എടുത്തിട്ടുണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കേട്, ക്യാരറ്റ്, ഓനിയന്, കുക്കുംബർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ സാധാരണ നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. പെപ്പർ, അതേപോലെ ഉപ്പ്. നിങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. സലാഡ് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കണം, എന്നാലേ നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ. സലാഡ് വെജിറ്റബിൾസ് നമുക്ക് മസ്റ്റായിട്ട് വേണം. ബോഡിയിലേക്ക് വേണ്ട ഒരു സാധനമാണ് വെജിറ്റബിൾസ്.
അപ്പോൾ അതുകൂടെ ആയപ്പോൾ നമ്മളെ നമ്മളെ മീല് സെറ്റായിട്ടുണ്ട്. നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മളെ മെയിൻ മീല് സെറ്റായിട്ടുണ്ട്. അപ്പം അടിപൊളി ഹൈ കലോറി മീല്. അതിനുശേഷം നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു മീലൂടെ നമ്മൾ കഴിക്കണം. അപ്പോൾ അതൊരു സ്മൂത്തിയാണ്, ഹൈ കലോറി സ്മൂത്തിയാണ്. അതോടെ കഴിച്ചാലേ നമ്മളെ മീല് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഹൈ കലോറി സ്മൂത്തിക്ക് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓട്സ്, ബനാന, ഡ്രൈ ഫ്രൂട്ട്സ്, പീനട്ട് ബട്ടർ, ഹണി, പിന്നെ മിൽക്ക് ഉണ്ട്, പിന്നെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സി ജാറിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആൽമണ്ട്സ്, കാഷ്യൂ, റൈസിൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഓട്സ് ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ബനാന, റോബസ്റ്റ എടുത്തിട്ടുണ്ട്. പീനട്ട് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ മധുരത്തിന് നമ്മൾ ഹണി ചേർക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് ഒരു 200 ml എടുക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 200 ml മിൽക്ക്. എന്നിട്ട് നമുക്ക് ഇത് അടിച്ചങ്ങെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നമ്മളെ ഹൈ കലോറി സ്മൂത്തിയും റെഡിയാവും. അപ്പോൾ ഏറെക്കുറെ നമ്മൾ 2500 കലോറിൻ്റെ മേലെ നമ്മളെ ഫുൾ മീല് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആവും. ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ലോസ് ആവില്ല. നോമ്പിന് പോലെ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും വെയിറ്റ് ലോസ് ആകുമെന്ന്. ഒരിക്കലും വെയിറ്റ് ലോസ് ആകാൻ പോകുന്നില്ല. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആവും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ.